ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജോൺ ബ്രിട്ടാസ് MP. രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർക്കും അതൃപ്തിയുണ്ട്. ജനവിരുദ്ധ ബില്ല് പാർലമെന്റിൽ പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി BMW ബൈക്ക് ഓടിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് പോയാലും BMW കമ്പനി അവിടെ തന്നെ ഉണ്ടാകുമെന്നും ജോൺ ബ്രിട്ടാസിന്റെ പരിഹാസം. ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെന്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്. ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു, എവിടെയാണ് മൂപ്പർ പോയിരിക്കുന്നത്? മൂപ്പറെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇവിടെ ഈ ആൾക്കാർ രാവും പകലും ഇരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സഡസ് എന്താണ്, ഏത് വണ്ടിയാണ്? BMW മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു, കാറിൽ കയറി പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ? ആ കമ്പനി പോവുക, അവിടുന്ന് പൂട്ടിപ്പോവുക. ഇന്ത്യയിലുള്ള കമ്പനിയൊന്നുമല്ലോ പെട്ടെന്ന് പൂട്ടിപ്പോകാൻ വേണ്ടി, അവിടുത്തെ കമ്പനിയല്ലേ. വിവരങ്ങളുമായി ശരത്ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ലാൽ, രാഹുൽ ഗാന്ധിക്ക് ഒരു ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനാണ് രാഹുൽ ഗാന്ധി എന്നാണോ ജോൺ ബ്രിട്ടാസ് MP പറയുന്നത്? അതേപോലെ തന്നെ വളരെ ശക്തമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധിയെ ജോൺ ബ്രിട്ടാസ് വിമർശിച്ചിരിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. കഴിഞ്ഞ ഇന്ത്യ സഖ്യ യോഗത്തിൽ DMK നേതാവ് TR ബാലുവാണ് ഈ പ്രശ്നം കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ ഉന്നയിച്ചത്. TMCയും ഇതേ കാര്യം തന്നെ ഉന്നയിച്ചു. കോൺഗ്രസ് അല്ലാത്ത UPയിലെ മറ്റു കക്ഷികളൊക്കെ തന്നെ ഈ അഭിപ്രായമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലെ MPമാർക്കും ഈ അഭിപ്രായമുണ്ട് എന്ന് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത്തരം ഒരു സമയത്ത്, അതായത് പാർലമെന്റ് സെഷൻ നടക്കുന്നത് കഴിഞ്ഞ 10-16 കൊല്ലമായി സ്ഥിരമായിട്ട് ശൈത്യ സമ്മേളനം നടക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. പാർലമെന്റിലെ കലണ്ടർ പരിശോധിച്ചാൽ അറിയാം. ഈ സമയം തന്നെ തെരഞ്ഞെടുത്ത BMW അല്ലെ ജർമ്മനിയിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? ജനകീയ പ്രശ്നങ്ങൾ, അതായത് കുറഞ്ഞ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവില്ലാത്ത സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ബില്ല് വരുന്ന സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയത് എന്ന ചോദ്യമാണ് ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച്. അതിലുപരി ജോൺ ബ്രിട്ടാസ് പറഞ്ഞ വ്യക്തമായ ഒരു കാര്യമുണ്ട്. തങ്ങൾ വോട്ടിംഗ് നിർബന്ധിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? അതായത് പ്രതിപക്ഷ ഇത്രയും വലിയൊരു ബില്ല് പാസ്സാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെയില്ല, അദ്ദേഹം അതിനെ എതിർത്ത് വോട്ട് ചെയ്തില്ല. അത് രേഖയിലായാൽ കാലങ്ങളോളം അത് പാർലമെന്റ് രേഖയിൽ നിൽക്കും എന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷവും ഇന്ത്യ സഖ്യവും ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബില്ലിന്മേൽ വോട്ടിംഗ് ആവശ്യപ്പെടാതിരുന്നത് എന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. അത് വലിയൊരു ആരോപണം തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഗൗരവമായി ഉപയോഗിക്കുന്നില്ല, പാർലമെന്റിലെ വിഷയങ്ങൾ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ബ്രിട്ടാസിന്റെയും അതേപോലെ UPയിലെ പ്രമുഖ ഘടകകക്ഷിയായ DMKയുടെ അഭിപ്രായം. അതുകൂടി ബ്രിട്ടാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. പോത്തൻ അത് വരും കാലങ്ങളിൽ അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ദേശീയത്തിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യമായി നമുക്കിതിനെ കണക്കാക്കാം. ശരി, നന്ദി. ശരത്ലാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.